67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 4 മണിക്ക് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. കാസർകോട് നിന്ന് യാത്ര തുടങ്ങിയ സ്വർണ്ണക്കപ്പും ദീപശിഖയും തിരുവനന്തപുരം നഗരത്തിൽ പ്രവേശിച്ചു. ഗൾഫ് മേഖലയിൽ നിന്ന് കായികമേളയ്ക്കെത്തിയ വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. 20,000-ലേറെ കായിക താരങ്ങൾ 8 ദിവസങ്ങളിലായി 12 വേദികളിൽ 1728 സ്വർണ്ണ മെഡലുകൾ, 117 പവൻ സ്വർണ്ണക്കപ്പ് കയ്യിലെടുക്കാൻ ഇനി വീറും വാശിയും നിറഞ്ഞ പോരാട്ട ദിനങ്ങൾ. മഴമേഘങ്ങൾ ഇടയ്ക്കിടെ എത്തിനോക്കുന്ന തിരുവനന്തപുരത്ത് മേളയ്ക്ക് തടസ്സം വരാതിരിക്കാൻ പ്ലാൻ ബിയുമായി സർക്കാരും. ഇന്ന് കാലാവസ്ഥ മാറി കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേറെ പല സമീപ പ്രദേശത്തുള്ള പല പ്രദേശങ്ങളിലായിട്ടുള്ള ഇൻഡോർ സ്റ്റേഡിയങ്ങളിൽ വെച്ച് നടത്താനാണ് ആലോചിക്കുന്നത്. ഗൾഫ് മേഖലയിൽ നിന്ന് 35 കായിക താരങ്ങൾ ഇക്കുറി മത്സരത്തിൽ പങ്കെടുക്കാൻ പറന്നിറങ്ങി. അതിൽ 12 പേർ പെൺകുട്ടികൾ. തിരുവനന്തപുരത്തെത്തിയ താരങ്ങളെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നേരിട്ട് സ്വീകരിച്ചു. ദിവസങ്ങളായി പ്രയാണം തുടങ്ങിയ ദീപശിഖയും സ്വർണ്ണക്കപ്പും തിരുവനന്തപുരം നഗരത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയും മേയർ ആര്യ രാജേന്ദ്രനും സ്വീകരിച്ചു. പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ കപ്പും ദീപശിഖയുമായി യൂണിവേഴ്സിറ്റി മൈതാനത്തേക്ക്. വൈകിട്ട് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയൻ ആവേശത്തി കായിക കേരളത്തിന് പകരും. കേരളത്തിന്റെ വടക്കേ അറ്റത്ത് നിന്ന് ദിവസങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ദീപശിഖ പ്രയാണവും സ്വർണ്ണക്കപ്പ് യാത്രയും. അത് ഉദ്ഘാടന വേദിയിലേക്ക് എത്തുകയാണ്. നിതിൻ സേവ്യറിനും സനോജ് കുമാർ ബേപ്പൂരിനും സാദിഖ് പാറക്കലിനുമൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.